അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമുക്കെടുക്കാറുള്ളത് പാഠം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സസൈസ്. അപ്പോൾ എക്സസൈസിലേക്ക് നമുക്ക് കടക്കാം. എക്സസൈസിൽ ആദ്യമായിട്ട് പറയുന്നത് മീനിങ്സ്. നോട്ട് ദി പോയിന്റ്, മീനിങ്സ് നന്നായി ശ്രദ്ധിക്കുക. ജനോബ് ദക്കൻ ഷിമാൽ की ज़िद, दरिया नदी, कस्बा व बस्ती जिसकी आबादी 10,000 से 20,000 के दरमिया हो. പ്രദേശം എന്നർത്ഥം. മനസ്സിലായോ? ഖാത്തുൻ ഔറത്ത്, വുമൺ അല്ലേ? സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് ഖാത്തൂൻ എന്ന് പറയാം, സ്ത്രീ. റഹീൻ ജിസ്കാ ദിമാഗ് അച്ചാ ഹോ, നല്ല പവറുള്ള ദിമാഗ്, നല്ല പവറുള്ള സാധനം. यानी पढ़ने लिखने में तेज, होशियार, समर्थन, സാമർത്ഥ്യമുള്ള. ജമാഅത്ത് ദറജ ക്ലാസ്, ക്ലാസ് അറിയാലോ. साज बाज, म्यूजिक, गाने या बचाने का फन और इल्म. मुतवज्जा करना, तवज्जो को यानी ध्यान को अपनी तरफ खींचना, മുന്നിടിക്കുക എന്നർത്ഥം. അസീം ബഡ. അപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ചിലതൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് അറിയുന്നത് കൂടിയാണ്. നെക്സ്റ്റ് നോക്കുക. നവാസ്ന, ആലാത്ത്, സപ്പോത്ത്, അമൽ, അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായി ശരിയായ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക, എഴുതി വെക്കുക. അപ്പോൾ സോച്ചിയ ബത്തയാർ ലിഖിയ, രണ്ടാമത് അർത്ഥങ്ങൾ മീനിങ്സ് പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സോച്ചിയ ബത്തായർ ലിഖിയ, ചിന്തിക്കുക, പറയുക, എഴുതുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കണം. ചിന്ത കൊടുത്തിട്ട് കറക്റ്റ് ആൻസർ ആണെങ്കിൽ അതെന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. മനസ്സിലായല്ലോ? ചന്ദ്രശേഖർ വെങ്കട്ടരാമൻ കഹാം പൈദാ ഹുയേ, നമ്മുടെ ആള് എവിടെയാണ് ജനിച്ചത്? ബർത്ത് ഡേ അല്ലാത്ത ബർത്ത് പ്ലേസ്, ബർത്ത് പ്ലേസ്. പിന്നെ രമൻ കിൻ ചീസാം പർ തജ്രിബ കിയ, ഏതെല്ലാം കാര്യങ്ങളിലാണ് അദ്ദേഹം പരീക്ഷിച്ചറിഞ്ഞിരുന്നത്, എന്തെല്ലാം അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. രമൻ കി സബ്സെ ബഡി ഖോജ് ഖ്യാതി, രമന്റെ ഏറ്റവും വലിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഖോജ് നമ്മൾ പറഞ്ഞില്ലേ, കണ്ടെത്തൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയണേ, ഖോജ്. മനസ്സിലായോ? നെക്സ്റ്റ്, ഹുക്കൂമത്ത് ഹിന്ദിനെ രമൺ കോ കോൻസ ഇനാം ദിയ, ഇന്ത്യൻ ഗവൺമെൻറ് രമണിന് എന്ത് ഇനാമാണ് നൽകിയത്? ഹം സയൻസ് ഡേ കബ് മനാത്തെ, സയൻസ് ഡേ എന്നാണ് നമ്മൾ ആചരിക്കുന്നത്. രമൺ കി ദിൽചസ്പി കിൻ ചീസോ മേ തി, ഈ രമണിൻ്റെ ആഗ്രഹം ഏതെല്ലാം വസ്തുക്കളിലായിരുന്നു? എന്തൊക്കെ വസ്തുക്കളിലായിരുന്നു മൂപ്പര് ആഗ്രഹം ഉണ്ടായിരുന്നത്? ഇനി കുറച്ച് ലഫ്ലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ലഫ്ലുകളെ പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് വെച്ചു കൊടുക്കുക. മനസ്സിലായോ? सुबह सवेरे उठना और कुछ देर डैश उनकी आदत में शामिल था, वह उनकी हर डैश को दूर करने की कोशिश करते थे. म्यूसिकी के उसी शौक ने डैश की लहरों की तरफ उन्हें मुतवज्जा किया. हुकूमत बर्तानिया ने उन्हें डैश का खिताब दिया. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, യോജിച്ചത് എടുത്ത് എഴുതുക. പുസ്തകത്തിൽ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നാലും പരമാവധി പുസ്തകത്തിൽ നോക്കാതെ തന്നെ എഴുതാൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? ഉൻകി ജിന്ദഗി ആജ് ബി ഹമേ ഡാഷ് കാ പയാം ദേത്തി ഹെ. മനസ്സിലായല്ലോ? പിന്നെ അടുത്തത് പറയുന്നത് വാഹിദ് കൊടുത്തിട്ടുണ്ട്, അത് അതിനുള്ള എന്ത് ചെയ്യുക, സോറി ജമ്മ് കൊടുത്തിട്ടുണ്ട്, വാഹിദ് എഴുതുക. പിന്നെ അതിന് ശേഷമുള്ളത് ജുംലയിൽ പ്രയോഗിക്കാനാണ്. ഖാത്തൂൻ ജമാഅത്ത് തജ്രിബ ആയത് മുസ്ഫിക്ക് ഷൗഖ്. മനസ്സിലായോ? അപ്പോൾ അത്രയും കാര്യമാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതാം. അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആലാത്ത്, തജ്രിബാത്ത്, മുഷ്കിലാത്ത്, ഇനാമാത്ത്, ദറാത്ത്, ഖസബാത്ത്, ആയദാത്ത്, ഖിതാബാത്ത്, ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയില്ലേ? ഒക്കെ നിങ്ങൾക്ക് അറിയണതാണ്. പുസ്തകത്തിൽ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് പുസ്തകത്തിൽ പറഞ്ഞതിന് എന്ത് ചെയ്യുക, ഒരു ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ
മൂപ്പരെവിടെ ജനിച്ചത്, മൂപ്പർക്കുള്ള ഖിതാബ് കൊടുത്തത്, പിന്നെ നോബൽ സമ്മാനം നൽകപ്പെട്ട വിഷയം, ഇതൊക്കെ മനസ്സിലായോ? അപ്പോൾ ഒക്കെ ശരിക്കും മനസ്സിലാക്കി എഴുതി വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.